2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെതിരെ പ്രതിഷേധം ശക്തമാക്കി CPM. നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. അധികാരത്തിന്റെ ഹുങ്കിൽ പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ കേരളത്തിൽ അധികാരത്തിൽ തുടരാമെന്നാണ് കോൺഗ്രസും ആ കോൺഗ്രസ് സഹായിക്കുന്ന RSS വിചാരിക്കുന്നെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരും. ഞങ്ങൾ ഏറെക്കാലം അധികാരത്തിലിരുന്നവരല്ല. ഈ കേരളത്തിൽ ഒരുപാട് കാലം പ്രതിപക്ഷത്തിലിരുന്നുകൊണ്ട് ഈ ഭരണത്തിന്റെ നയങ്ങളെ എതിർത്തവരാണ്. ആ പാർട്ടിയെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നുകൊണ്ട് നേതാക്കളെ തേജോവധം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി മോഡിയുടെ താല്പര്യം ഈ കേരളത്തിൽ നടപ്പിലാക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും അതിന് പിന്തുണമാകുന്ന RSS തീരുമാനിക്കുന്നതെങ്കിൽ ഈ കേരളത്തിന്റെ സമരഭൂമിയെ കത്തിജ്വലിപ്പിക്കാൻ ഈ കേരളത്തിലെ പ്രസ്ഥാനത്തിന് ശക്തിയുണ്ട് എന്ന് ഈ നാളെ കേരളം അറിയാൻ പോവുകയാണ്. ഭരണപരാജയം, ആ ഭരണപരാജയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ അഴിഞ്ഞാടാമെന്ന് UDF-ഉം BJP-യും വിചാരിക്കേണ്ടതില്ല. അമിത അധികാര പ്രവണതയിലൂടെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ മോഡിയും RSS-ഉം ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ഇതാ കേരളത്തിലേക്കും ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ റെഡി സൂചിപ്പിക്കുന്നത്. നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ സെക്രട്ടറി K. മോഹനൻ, K. റഹീം, VK അനന്തകൃഷ്ണൻ, PT അരുമ ജയകൃഷ്ണൻ, P. ബാലകൃഷ്ണൻ, C. സഹിൽ, T. ഹരിദാസൻ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.